കുഞ്ഞുമക്കളെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടും കേട്ടാ. ഇത് ആദ്യം തന്നെ ഒന്ന് വെച്ചേക്കണേ, ഇല്ലെങ്കിൽ വീഡിയോ കഴിഞ്ഞ വഴി വരെ എല്ലാവരും കൂടി പൊടിയും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധീന്റെ ടോപ്പിക്ക് തന്നെയാണ്. കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കേട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കും പ്രശ്നമില്ല, മറ്റേവർക്കും പ്രശ്നമില്ല, പറയുന്ന ആൾക്കും പ്രശ്നമില്ല, മറ്റുള്ളവർക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കാണോ പ്രശ്നം? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വരാതെ നിങ്ങളുടെ പ്രശ്നമായിട്ട് നിങ്ങൾ പോകാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ രേണു സുധിയെ പറ്റിയിട്ടുള്ള ഒരു 1-2 വീഡിയോസ് ഞാനിന്ന് കണ്ടു. അതിൻ്റെ അകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം നമുക്കിതൊന്നും അറിയില്ല, നമ്മൾക്ക് അങ്ങനെ അന്താരാഷ്ട്ര ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള കളികൾ എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും നമുക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ല എല്ലാവരും പറയുന്നത് പോലെ അത് കടത്താനാണോ അല്ലെങ്കിൽ ഇത് കടത്താനാണോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ അതിൻ്റെ അകത്ത് അയാൾ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്ന പോയിന്റ് ഇതാണ്: ഏകദേശം 78,000 രൂപയുള്ളപ്പോഴാണ് രേണു സുധി അങ്ങോട്ട് വന്നത് ദുബായിലേക്ക്, ആ ഒരു പിന്നെ ബാറ് റെസ്റ്റോറൻറ്റൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രവുമല്ല, അപ്പോഴും യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ഒരാൾക്ക് പോലും എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല. അവിടെ വിസ തീർന്നവരുണ്ട്, അതുപോലെ തന്നെ രോഗികളുണ്ട്, പിന്നെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഇതൊക്കെയുണ്ട്. എന്നിട്ടും ആർക്കും ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ് 78,000 രൂപയോളം ആ ഒരു സമയം രേണു സുധി അങ്ങോട്ട് പോവുകയും അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തത്. അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളൊക്കെ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് രേണു സുധി ഇതൊക്കെ ചെയ്തത്? രേണു സുധിക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള പിടിപാടില്ലേ, രേണു സുധിക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ആൾക്കാരില്ലേ എന്നുള്ള തരത്തിലാണ് അയാൾ ഒരു സംശയം ഉന്നയിക്കുന്നത്. ആ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബീബീൻ്റെ ചാനലിലാണ് കണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് ഈ വോയിസ് ഇതൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയത് എന്തിനാണ്? ഇത്രയും തിടുക്കപ്പെട്ട് എന്തിനാണ് പോയത്? ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ബാർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് രേണു സുധിയെ കൊണ്ടുപോകുന്ന എനിക്കും തോന്നുന്നില്ലായിരുന്നു. അതായത് രേണു സുധിയെ തന്നെ വേണോ ബാർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്? അതുമാത്രമല്ല, ഇനി അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുതലാളി മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടല് വെട്ടിയിട്ട് ടട്ട അത് കൊടുക്കണമായിരുന്നു. കാരണം എന്താ അറിയുക, ഒരു വീട്ടമ്മേനെ കൊണ്ടുപോയിട്ടാണ് ഇവിടെ അവൻ്റെ ഒരു ബാർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. അവനെന്ന പിന്നെ ഈ തലക്കകത്തൊന്നുമില്ലേ, അങ്ങ് അതിലും നല്ലത് അവൻ്റെ വീട്ടുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് ജയിക്കുന്നില്ല. അല്ലത് ഇവിടെ നിന്ന് ഒരു പെണ്ണെ കൊണ്ടുപോയിട്ട് വെറുതെ എങ്കിലും നാട്ടുകാർ ഊക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തൊക്കെയാണ് കളിയാടുന്നത് കളിച്ചത്? അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാർ റെസ്റ്റോറൻറ്റിൽ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നത് നമ്മൾ കണ്ടതാണ്. അതായത് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഡാൻസ് തന്നെയായിരുന്നു, വേറെ ഒന്നും അല്ലായിരുന്നു. ഈ ഡാൻസ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. നമുക്കറിയാതെ ഏതാ ബ്രാൻഡ് എന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ ആ ഡാൻസ് അന്ന് പ്രധാനപ്പെട്ടത് വന്നത്. എനിക്ക് അത്രയേ അറിയുള്ളൂ. അപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡാൻസ് ഒന്നും അറിയില്ല. അപ്പോൾ രേണു സുധിയെ പറ്റിയിട്ട് പിന്നീട് അങ്ങോട്ട് വരുന്ന കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിക്ക് അവിടെ നല്ല പിടിപാടുണ്ട്. അതുപോലെ തന്നെ ഒരു ബാർ റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും മറ മാത്രമാണ്. അതായത് വെറും മറ. അവരതിൻ്റെ ഉള്ളിലോട്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് അയാൾ പറയുന്നത്. ആധികാരികമായിട്ട് അങ്ങനെയൊക്കെ പറയാനുള്ള അധികാരമുണ്ട്. കാരണം എന്താ പറയുക, അങ്ങനെ ദുബായിൽ താമസിക്കുന്നവരാണ്. നമ്മളൊക്കെ നാട്ടിൽ താമസിക്കുന്നവർ, അവർ ദുബായിൽ താമസിക്കുന്നവർ, അവർക്ക് അതിൻ്റെതായ വേദന വിഷമങ്ങളെല്ലാം ഉണ്ടാകും. ഒരു മലയാളി നടി അവരേത് സിനിമയിലാണ് അഭിനയിച്ചത് അയാൾ ചോദിക്കുന്നുണ്ട്. അത് ശരിയല്ലേ? അയാൾ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്, അവരേത് തരത്തിലാണ് നടിയാകുന്നത്? 2 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചാൽ നടിയാകുമോ? അല്ലെങ്കിൽ കുറച്ച് ആൽബത്തിൽ അഭിനയിച്ചാൽ നടിയാകുമോ? അതൊക്കെയാണ് അവരും ചോദിക്കുന്നത്. ഏതായാലും അവർ സെലിബ്രിറ്റി എന്ന് സ്വയം ചമഞ്ഞുകൊണ്ട് അവർ അവിടെ പോയിട്ട് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു. പിന്നീട് അതിൻ്റെ മറ പറ്റിയിട്ട് അതൊന്നുമല്ല, ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടല്ല അവർ വന്നത്, അവർക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ട് എന്നൊക്കെയാണ് അവിടെയുള്ള പല ആൾക്കാരും കരക്കമ്പിയായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടാ. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് അല്ല എത്രത്തോളം ഇതിൻ്റെ ഒന്നും നമുക്കറിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും പലതരത്തിലുള്ള ആരോപണങ്ങൾ രേണുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ രേണു ഇതുവരെ അതിനെ നിഷേധിക്കാനോ അല്ലെങ്കിൽ തള്ളിപ്പറയാനോ രേണു കൂട്ടാക്കിയിട്ടില്ല. രേണുവിനെ എങ്ങനെയാണ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക? അതാ എനിക്കതാ ചോദിക്കാനുള്ളത്. അതായത് ഒരു കാര്യം പോലും തള്ളിപ്പറയാതെ ഇപ്പോൾ ഷെഫീന ബീബി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് തെറിയാണ് പറയുന്നത്. അവരിങ്ങോട്ട് തെറി പറയും, ഇവരങ്ങോട്ടും തെറി പറയും. അതാണോ വേണ്ടത്? അവരോട് കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയല്ലേ വേണ്ടത്? അവർ പറയുന്ന ആരോപണങ്ങൾക്ക് നിങ്ങൾ എവിടെ നിന്നാണ് കണ്ടത്? നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഞാനുമായിട്ട് സംവാദത്തിന് നേരിട്ട് തയ്യാറാണോ? ഇതൊക്കെയല്ലേ. പക്ഷേ ഞാൻ കുറേ നാളായിട്ട് ഇവരുടെ വീഡിയോ, 2 പേരുടെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണു സുധിക്ക് ഇതൊന്നും തെളിയിക്കണമെന്നോ അല്ലെങ്കിൽ രേണു സുധിക്ക് ഇതൊന്നും തെറ്റാകണമെന്നുള്ള വാർത്തയോ ഒന്നും വേണ്ട. എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങോട്ട് പോന്നോട്ടെ എന്നുള്ള ഇതിലാണുള്ളത്.
അപ്പോൾ രേണു സുധിക്ക് ഇതിന്റെ ചുവട് പറ്റിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന വേണ്ടാധീനങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ചോദിക്കുന്ന നിനക്കെന്താ അതിന് പ്രശ്നമെടാ, നീ ഇവിടെ വിറ്റിട്ടാണോ? ഒരിക്കലുമല്ല. ഈ രേണു സുധീനെ വിറ്റ് തിന്നണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുമില്ല. ഉള്ള കാര്യം പറയുന്നത് എന്താ, പക്ഷേങ്കിൽ രേണു സുധിയുടെ പറ്റിയിട്ട് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ കേൾക്കാനുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ മോഹൻലാലിനെ പറ്റിയോ മമ്മൂട്ടിനെ പറ്റിയോ ഒന്നും പറഞ്ഞ് ആരും കേൾക്കാനുണ്ടാവില്ല. പക്ഷേ രേണു സുധിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് കേൾക്കാനുണ്ട്. അതിൻ്റെ ഇക്കമത്ത് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് രേണു സുധിക്ക് അത് അവർ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. രേണു സുധീനെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് സൈഡിലും ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ പിന്തുണക്കുന്നുണ്ട്, അവരൊന്നും ഇപ്പോഴും കാണുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധീൻ്റെ പ്രശ്നം തന്നെയാണ്, വേറെ ആരെയും പ്രശ്നമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോഴും രേണു സുധി അത് അവളോട് ചോദിക്കേ അല്ലെങ്കിൽ അത് ഇവളോട് ചോദിക്കേ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞതല്ലാതെ നീ കണ്ടോടി അല്ലെങ്കിൽ നീ ചെയ്തോടി എന്ന് ചോദിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും വേണ്ടത് ഇതുപോലെയുള്ള പബ്ലിസിറ്റികൾ തന്നെയാണ്. ഒരിക്കലും താൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലിയുമായിട്ട് എനിക്ക് പോകാൻ പാടില്ല, ഇത് തന്നെയാണ് ഒരു അവസരം എന്ന് രേണു സുധി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഇപ്പം ഇന്നലെയല്ലോ ഒരുത്തൻ്റെ എന്തോ ഒരു ഡയറക്ടർ എന്തോ പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ട് പല കോപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. ഭഗവാനേ, ആ ഒരു കാറിലുള്ള കോപ്രായങ്ങൾ കണ്ടിട്ട് ശരിക്കും പറഞ്ഞ തൊലി ഉരിഞ്ഞു പോവാർന്ന്. അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ചെറുക്കൻ്റെ കഥ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ വലുതായിട്ട് കാണുമ്പോൾ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവൻ്റെ മാനസിക നിലയൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനിങ്ങനെയല്ലോ എൻ്റെ ഭഗവാൻ, ഇതൊക്കെയാണോടോ അഭിനയാർന്ന്? ഇതൊക്കെയാണോ അഭിനയം? വെറുതെ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് അയാൾക്ക് കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയില്ല. അവിടെയൊക്കെ മറ്റേ കാറിൽ അതുപോലെ തന്നെ മരത്തമ്മയിൽ എന്തോ നാളെ ഇത് അങ്ങനെയുള്ള കുറേ പോക്കൃത്തരങ്ങൾ. അപ്പോൾ ആ സംവിധായകനാണെങ്കിൽ എന്ന് പറഞ്ഞ് ഏതാ സിനിമ എടുത്തിനൊന്നും എനിക്കറിയില്ല കേട്ടാ. അയാളുടെ ഉദ്ദേശം എന്താണെന്നും എനിക്കറിയില്ല. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഒരു 2 മിനിറ്റ് 3 സെക്കൻഡ് വന്നിട്ട് ഓരോരോ ഇതുണ്ടല്ലോ ചാനലിൽ വരുന്നത്, ആ ഒരു ക്ലിപ്പിങ്സിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, അതായത് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാന്യത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ആലോചിക്കേണ്ടത്, ഇത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ ഇതാണ്. പക്ഷേ നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഒരു മാനമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാ. മറ്റുള്ളവർക്കുണ്ട് ഇല്ലാതെ ചാൻസ് ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കണ്ടേ. പക്ഷേ ചെറുക്കനെങ്കിലും ഓർക്കണം, നാളെ ചെറുക്കൻ കോളേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകുമ്പോഴോ, എടാ നിനക്ക് വല്ല ചരിത്രം അറിയാം, നീ മൊബൈൽ കണ്ടോ എന്ന് ചോദിച്ചിട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ചെറുക്കൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവനിങ്ങനെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാവൂലേ? അത്ര വളരെ മോശമായിട്ടല്ലേ ചിലത് ചെയ്യുന്നത്. ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് ഇവരെല്ലാവരും കൂടി ചുടുചോറ് വാരിക്കുകയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവർക്ക് അസാധ്യമായ അഭിനയശേഷിയില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഇതില്ല. എന്നാലും അവർ പറയുന്നുണ്ട് മലയാളികളുടെ തമനയാണ്, അതുപോലെ തന്നെ ഡാൻസുകാരിയാണ്, എയർ ഹോസ്റ്റസാണ്, പിന്നെന്ന് പറഞ്ഞ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ലറിയും നമുക്ക്. പക്ഷേ ഈ കാണിക്കുന്നതാണ് വലിയ പ്രശ്നമായിട്ട് വരുന്നത്. കാരണം ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആ കെട്ടിപ്പിടിക്കുന്നവന് കുറച്ചൊക്കെ നാണവന്മാനൊക്കെ ഉണ്ട്. ഇങ്ങനെ കേൾക്കാൻ പോകുമ്പോഴേ മറ്റോ പറയാം നല്ലോണം കെട്ടിപ്പിടിക്കുന്നത്. ഇങ്ങനെയാണ് സ്ഥിതി, ഇതാണ് നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് അവർ പിന്നെന്താ പറയുന്നത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയാൻ കഴിയുന്നത്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും ഇപ്പോൾ ഒരു കൃഷിയാക്കിയിരിക്കുകയാണ്. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങളെ അംഗീകരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കുന്ന കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി, രേണുവിൻ്റെ എന്താ പറയുക മറ്റേ ഫേസ്ബുക്ക് അക്കൗണ്ട് എന്തോന്ന് പൂട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടില്ല അറിയില്ല കേട്ടാ. ഏതായാലും അതും കൂടി എടുത്തിട്ട് നാളെ ഒരു വീഡിയോ ആയിട്ട് വരാം. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ, കുഞ്ഞുമക്കളെ നിങ്ങളെല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വിടും കേട്ടാ. ഇത് ആദ്യം തന്നെ ഒന്ന് വെച്ചേക്കണേ, ഇല്ലെങ്കിൽ വീഡിയോ കഴിഞ്ഞ വടി വരെ എല്ലാവരും കൂടി പൊടിയും തട്ടി പോവാറുണ്ട്.